കൂടുതൽ കലാപ്രവർത്തനങ്ങളും സാഹിത്യ പ്രവർത്തനങ്ങളും കായിക പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നത് നമ്മുടെ ഈ ഗൾഫ് മേഖലയിലും ഇതേപോലുള്ള മറ്റ് രാജ്യങ്ങളിലുമാണ് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അതുകൊണ്ട് തന്നെ കലാ രംഗത്ത് കൂടുതൽ ആസ്വാദകർ ഉള്ളത് പ്രവാസി മലയാളികളുടെ ആ കോൺട്രിബ്യൂഷൻ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് പരിപാടികളുണ്ട്. എന്തെങ്കിലും ചോദിക്കണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ ജനകീയനായ ഒരു വോളണ്ടിയർ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ റാഫിക്കാന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ജഗദീശൻ ഒരു ബൊക്കെ തരാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയടി നമ്മുടെ സ്വന്തം റാഫിക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ജഗദീഷിന്റെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ TV ഷോസുകൾ കാണുമ്പോഴും കോമഡി മാസ്റ്റേഴ്സ് പോലുള്ള പരിപാടികളും പല ദിവസങ്ങളിലും ജഗദീഷിന്റെ നല്ല പാട്ടുകൾ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഞങ്ങളുടെ ഒക്കെ റിക്വസ്റ്റ് ആണ്, ജഗദീഷ് ഞങ്ങൾ അബുദാബിക്കാർക്ക് വേണ്ടി ഇത് റിക്വസ്റ്റ് ഒന്നും വേണ്ട, ഞാൻ പാടാൻ കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. രോഗി ഇച്ഛിച്ചത് വൈദ്യം കൽപ്പിച്ചത് പാടും. മുകേഷ് എപ്പോഴും പറയാറുണ്ട്, നിന്റെ അടുത്ത് പാടാൻ ആവശ്യപ്പെടുന്നുണ്ട്, നീ അങ്ങോട്ട് തന്നെ കയറി പാടുകയല്ലേ എന്ന് മുകേഷ് ചോദിക്കാറുണ്ട്. ഇവിടെ എന്തായാലും മിഥുൻ ചോദിച്ചത് നല്ല കാര്യമാണ്. കാരണം ഞാൻ ചാടി കയറി പാടുകയില്ല, മിഥുൻ ചോദിച്ചുകൊണ്ട് മാത്രം പാടും. എന്നാലും സഭയുടെ അന്തസ്സിനനുസരിച്ചുള്ള പാട്ടുകൾ വേണം പാടുന്നത്. ഈ വേദിയിൽ നസീർ സാറിനെ എങ്ങനെ നമ്മൾ അനുസ്മരിച്ചിട്ട് ഒരു പഞ്ചാബി സോങ് ഭംഗ്ര ഡാൻസ് അതൊന്നും സുഖമുള്ള കാര്യമല്ല. ഇവിടെ നസീർ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് നസീർ സാറിന്റെ ഏറ്റവും നല്ല ഗാനങ്ങളിലൊന്ന് നമ്മള് ചലച്ചിത്ര ശാഖ എന്ന് പറയുന്നത് വളരെ സമ്പന്നമാണ്. കവിതാ ഗുണമുള്ള കവിതകളുടെ സൗന്ദര്യമുള്ള പാട്ടുകളാണ് ഭാസ്കർ മാഷും വയലാറും ONV സാറും ഒക്കെ തന്നെ നമുക്ക് ശ്രീകുമാരൻ തമ്പി സാറും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും ആദ്യം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാട്ടെന്ന് പറയുന്നത് മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിലെ നീ മധുപകരു എന്ന ഗാനമാണ്. നസീർ സാറിന്റെ P. ഭാസ്കർ മാഷിന്റെ വരികൾ ഉഷാ ഖന്ന എന്ന സംഗീത സംവിധായകരുടെ സംഗീത സംവിധാനത്തിൽ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. രണ്ട് പാട്ട് പാടിയിട്ട് ബാക്കി ചടങ്ങ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രുതിലക്ഷ്മി ഇവിടെ ഉണ്ട്, ലിബിൻ ഇവിടെ ഉണ്ട്, കലാപരിപാടികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പാട്ടുകൾക്ക് വേണ്ടിയുള്ള സമയം ഞാൻ ചുരുക്കിയാണ്. രണ്ട് പാട്ടുകൾ മാത്രം. ആദ്യം ഈ മൂടൽ മഞ്ഞ്. താങ്ക് യു. But